ഗുഡ് ഈവനിങ് ടു ഓൾ. ഇൻകം ടാക്സിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെഫിനിഷൻസ് ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961 നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ 12 പോയിൻറ്റ്സ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാവാത്ത ഏതെങ്കിലും ടൈറ്റിൽസ് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ അത് ഏതെങ്കിലും ഒരു വീഡിയോയുടെ കൂടെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ. പിന്നെ നിങ്ങൾ കമൻറ്റൊക്കെ കണ്ടു, ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ടല്ലോ, അസസ്മെൻറ്റ് ഇയർ മാറുമ്പോൾ ടെക്സ്റ്റ് മാറും, അങ്ങനെയൊന്നുമില്ല. അത് ചില എമൗണ്ടിൻ്റെ കേസിലൊക്കെയാണ് മാറ്റം വരിക. ഇപ്പോൾ ഈ 2024 എന്തൊക്കെയോ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ അത് ബാധിക്കില്ല. അതായത് 5th സെമ്മിലെ എക്സാം എഴുതുന്ന സ്റ്റുഡൻസിനെ അത് ബാധിക്കില്ല. അത് ബാധിക്കുന്നത് നെക്സ്റ്റ് ഇയറിൽ 5th സെം എക്സാം എഴുതുന്ന പിള്ളേരായിരിക്കും. അതായത് 2024 എക്സാം എഴുതുന്ന പിള്ളേരെ അത് ബാധിക്കില്ല. നെക്സ്റ്റ് ഇയറിൽ, അതായത് ഇപ്പോൾ സെക്കൻഡ് ഇയർ പഠിക്കുന്നവരുണ്ടല്ലോ, 3rd സെം എക്സാം എഴുതുന്നവർ, അവരെയായിരിക്കും അത് ബാധിക്കുന്നുണ്ടായിരിക്കുക. കാരണം ഇപ്പോൾ നമുക്ക് ഓൾറെഡി അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ ആ സെയിം പോർഷൻ തന്നെയാണ്. പിന്നെ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ളത് എന്താ പറയുക, കംപ്ലീറ്റ് തിയറി പാർട്ടാണ്. തിയറി പാർട്ടിലൊന്നും ഒരു മാറ്റവും വരില്ല. ഇതൊക്കെ ഈ ഒരു ഇൻകം ടാക്സിൻ്റെ എന്താ പറയുക, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇതിലൊന്നും ഒരു മാറ്റവും വരില്ല. മാറ്റം കണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, പക്ഷേ ഇതിലൊന്നും യാതൊരു മാറ്റം വരാൻ ഒരു ചാൻസും ഇല്ല. എല്ലാ എമൗണ്ടിൻ്റെ കേസിൽ, അതായത് ഇപ്പോൾ ഇത്ര പെർസെൻറ്റേജ് ടാക്സ് അടയ്ക്കുക എന്നുള്ളത് മേ ബി ഒരു 10% ഉള്ളത് അതൊരു 10%, 12% ആവാനും അല്ലെങ്കിൽ 8% ആവാനും, അങ്ങനെയൊക്കെ എമൗണ്ടിൻ്റെ കേസിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. അല്ലാണ്ട് ടേമിൻ്റെ കേസിലൊന്നും, അതായത് ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇപ്പോൾ ഡെഫിനിഷൻസ് ഓഫ് ഇൻകം ടാക്സ്, അതിലിപ്പോൾ അസസ്സി ആരാണ്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ആരാണെങ്കിൽ അസസ്മെൻറ്റ് ഇയർ എന്താ, അതിലൊന്നും ഒരു മാറ്റവും വരില്ല കേട്ടോ. അതൊക്കെ ഇപ്പോൾ 3-4 വർഷം മുന്നത്തെ ആയാലും മേ ബി സെയിം തന്നെ, മേ ബി അല്ല, എന്തായാലും അത് സെയിം തന്നെ ആയിരിക്കും. ഓക്കെ. എനിവേ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന് അതിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഉണ്ട്, കമ്പനി ഉണ്ട്, അസോസിയേഷൻ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അതിൽ നമുക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വലിൽ നമുക്ക് എന്തൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വലൊക്കെ നമുക്ക് തിയറിയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ എന്തോ ഈ ഒരു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തന്നെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു പ്രോബ്ലം കൂടെ വരുന്നുണ്ട്. ഓക്കെ. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് essay ക്വസ്റ്റ്യൻ ആയിട്ടും വരാം, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉള്ള ഇതുവരെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ സീരിയസ്നെസ് മനസ്സിലാക്കി വയ്ക്കുക, പഠിക്കുകയും ചെയ്യുക. പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ. എനിവേ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ അസസി ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഹിസ് ഓർ ഹെർ ഫിസിക്കൽ പ്രസൻസ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. അതായത് അവൻ്റെയോ അവളുടെയോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഒരു അസസീൻ്റെ ഫിസിക്കൽ പ്രസൻസ് ഡിറ്റർമൈൻ ചെയ്യുകയാണ് പ്രീവിയസ് ഇയറിൽ. അതായത് ഒരാൾ എത്രത്തോളം കാലം ഇന്ത്യയിൽ, കഴിഞ്ഞ വർഷം എത്ര ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് ഡിറ്റർമൈൻ ചെയ്യുക. അതിനാണ് എന്ത് പറയുന്നത്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അതായത് മേ ബി അയാൾ ഈ മാസം ഗൾഫിലേക്ക് പോകുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അബ്രോഡ് പോയിട്ടുണ്ടായിരിക്കാം, എന്നിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. പിന്നെ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് പോയിട്ടുണ്ടായിരിക്കാം, ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇന്ന് പോയിട്ട് നാളെ വന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ നാളെ പോയിട്ട് 10 ദിവസം കഴിഞ്ഞ്, അങ്ങനെ ഒരേ സെയിം ആൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് തവണ ഒരു വർഷത്തിലും ഒരു മാസത്തിലുമായിട്ട് പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എത്ര ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് എന്ത് പറയുന്നത്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ അസസി ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഹിസ് ഓർ ഹെർ ഫിസിക്കൽ പ്രസൻസ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ. ഓക്കെ. ഫിസിക്കൽ പ്രസൻസ് ആണ് കേട്ടോ, അതാണ് ഞാനത് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ അത് ആ ഒരു ഇത് മനസ്സിൽ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഓർത്ത് വയ്ക്കാൻ പറ്റുമായിരിക്കും. ഓക്കെ. ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ ഞാൻ പറഞ്ഞ ഒരുപാട് ടേമുകൾ വരുന്നുണ്ടെന്ന്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ, സെക്ഷൻ 6 സബ്സെക്ഷൻ 1. ഓക്കെ. ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. റെസിഡൻറ്റും ഉണ്ട്, നോൺ റെസിഡൻറ്റും ഉണ്ട്. അതുപോലെ തന്നെ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റും ഉണ്ട്, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റും ഉണ്ട്. റെസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇന്ത്യയിലുള്ളത് അല്ലെങ്കിൽ ഇന്ത്യയിൽ താമസിക്കുന്ന ആൾ, അതാണ് ഈ റെസിഡൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോൺ റെസിഡൻ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും ഫോറിൻ കൺട്രീസിലൊക്കെ താമസിക്കുന്ന ആൾ, അതാണ് നോൺ റെസിഡൻറ്റ്. ഇപ്പോൾ നമ്മൾ എംപ്ലോയ്മെൻറ്റ് പർപ്പസിന്, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ആവശ്യത്തിന്, അല്ലെങ്കിൽ മേ ബി കുറേ പേര് അവിടെ സെറ്റിലായിരിക്കും. അതായത് അവരുടെ പാരൻസ് ഒക്കെ ഇന്ത്യയിലായിരിക്കും, അല്ലാത്ത പാരൻസ്, അവരുടെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ അവർ ഇന്ത്യക്കാരായിരിക്കും. പക്ഷേ അവരുടെ ഫിനാൻഷ്യൽ സെറ്റപ്പ് അല്ലെങ്കിൽ ബിസിനസ് സെറ്റപ്പ് ഒക്കെ കൊണ്ടൊക്കെ അവർ മേ ബി നമ്മുടെ ഫോറിൻ കൺട്രീസിലൊക്കെ സെറ്റിൽഡ് ആയവരുണ്ടായിരിക്കും. അപ്പോൾ അവരെയാണ് ഈ നോൺ റെസിഡൻറ്റ്, അതായത് പുറത്ത്, നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, പുറത്ത് താമസിക്കുന്നവർ, അതാണ് ഈ നോൺ റെസിഡൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഈ റെസിഡൻറ്റ് തന്നെ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റും ഉണ്ട്, റെസിഡൻറ്റ് ആൻഡ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റും ഉണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ്, അതാണ് ഫസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സെക്കൻഡ് റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, റെസിഡൻ്റ് ആണ് പക്ഷേ അയാൾ എന്തല്ല, ഓർഡിനറി റെസിഡൻ്റ് അല്ല. പിന്നെ നോൺ റെസിഡൻറ്റ് എന്ന് പറയുമ്പോൾ പുറത്ത് താമസിക്കുന്ന അയാൾ. ഈ മൂന്നെണ്ണമാണ് നമുക്കിതിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അതായത് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റും പിന്നെ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്. ഓക്കെ, ഇതിൽ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ്സ് ആരൊക്കെയാണ്, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ് ആരൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ചില കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഫുൾഫിൽ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ എന്തായിരിക്കുള്ളൂ, റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ് ആവുള്ളൂ. അപ്പോൾ ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ആയിരിക്കും, നോൺ റെസിഡൻറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിയുന്നതിന് മുന്നേ നമുക്ക് ആ കണ്ടീഷൻസ് ജസ്റ്റ് ഒന്ന് ആദ്യം പരിചയപ്പെടാം. അതിന് ശേഷം മാത്രം നമുക്ക് എന്ത് നോക്കാം, ആരൊക്കെയാണ് ഈ റെസിഡൻറ്റ് അത് ഇത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ബേസിക് കണ്ടീഷനും ഉണ്ട്. അതിൽ ഫസ്റ്റ് കണ്ടീഷനാണ് ബേസിക് കണ്ടീഷൻ, സെക്കൻഡ് വരുന്നതാണ് അഡീഷണൽ കണ്ടീഷൻ. ബേസിക് കണ്ടീഷനിലും 2 വരുന്നുണ്ട്, അഡീഷണൽ കണ്ടീഷനിലും 2 വരുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ കണ്ടീഷനിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ബേസിക് കണ്ടീഷനാണ്. ബേസിക് കണ്ടീഷനിൽ 2 കണ്ടീഷനാണ് വരുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒന്നല്ലെങ്കിൽ 2 ഫുൾഫിൽ ചെയ്ത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, മിനിമം ഏതെങ്കിലും ഒരെണ്ണെങ്കിലും ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതെന്തിനാന്നൊക്കെ നമുക്ക് പിന്നെ പറയാം. എനിവേ, ഫസ്റ്റ് പറയുന്നതാണ് സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ എ ഇയർ ഈസ് 182 days ഓർ മോർ. അതായത് റെലവൻറ്റ് ഫിനാൻഷ്യൽ ഇയറിൽ അയാൾ ആ പോകുന്ന വ്യക്തി ഉണ്ടല്ലോ, അബ്രോഡ് പോകുന്ന വ്യക്തി 182 ദിവസമോ അതിൽ കൂടുതലോ അയാൾ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് ഫസ്റ്റത്തെ ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓർ അതല്ലെങ്കിൽ സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ ദി ഇമ്മീഡിയറ്റ്ലി ഫോർ പ്രൊസീഡിങ് ഇയർ ഇൻ 365 days ഓർ മോർ ആൻഡ് 60 days ഓർ മോർ ഇൻ ദി റെലവൻറ്റ് ഫിനാൻഷ്യൽ ഇയർ. അതായത് അയാൾ ആ പോകുന്ന വർഷം ഉണ്ടായിരിക്കുമല്ലോ, ആ വർഷത്തിൽ 60 ദിവസമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ, അതല്ലാന്നുണ്ടെങ്കിലല്ല അതും അതുപോലെ തന്നെ ആ പോകുന്ന വർഷത്തിന് മുന്നേയുള്ള തൊട്ട് 4 വർഷത്തിൽ 365 ദിവസം, 4 വർഷത്തിൽ 365 ദിവസമല്ല, 4 വർഷങ്ങളിലായിട്ട് 365 ദിവസം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ എന്തായാലും റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത് ഫുൾഫിൽ ചെയ്താൽ എന്താണ്, റെസിഡൻ്റ് ആണ്. ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന്. ഈ ഓറിന് ഇവിടെ വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ, അതാണ് ഞാൻ അവിടെ റൗണ്ട് ഇട്ടിട്ടുള്ളത്. ഓർ അല്ലെങ്കിൽ സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ എ ഇയർ ഈസ് 182 days, 182 ദിവസം ഇന്ത്യയിൽ നിന്നിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ ദി ഇമ്മീഡിയറ്റ്ലി ഫോർ പ്രൊസീഡിങ് ഇയർ ഇൻ ദി 365 days ഓർ മോർ ആൻഡ് 60 days ഓർ മോർ ഇൻ ദി റെലവൻറ്റ് ഫിനാൻഷ്യൽ ഇയർ. തൊട്ട് മുന്നേയുള്ള 4 വർഷങ്ങളിലായിട്ട് 365 ദിവസവും അതുപോലെ തന്നെ ആൻഡ് 60 days റെലവൻറ്റ് ഫിനാൻഷ്യൽ ഇയറിൽ 60 ദിവസവും അയാൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ അയാൾ ആ പേഴ്സൺ ആ ഇൻഡിവിജ്വൽ എന്തായാലും ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് ഈ ബേസിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് അഡീഷണൽ കണ്ടീഷൻ. അഡീഷണൽ കണ്ടീഷനിൽ നമ്മൾ ഇതിൽ അഡീഷണൽ കണ്ടീഷനിൽ വരുന്നത് 2 കണ്ടീഷൻസാണ്. ഈ 2 കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇറ്റ് ഹാസ് ബീൻ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 2 out of 10 പ്രീവിയസ് ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിങ് ദി റെലവൻറ്റ് പ്രീവിയസ് ഇയർ. അതായത് അഡീഷണൽ കണ്ടീഷനിൽ എന്താ പറയുന്നത് വെച്ചാൽ 10 വർഷങ്ങളിൽ, അതായത് ഇപ്പോൾ ഈ വർഷം ഞാൻ പോകുമ്പോൾ ഇതിന് മുന്നേയുള്ള 10 വർഷങ്ങളിലായിട്ട് 2 വർഷങ്ങളിൽ എന്തായാലും ഞാൻ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഈ 8 വർഷം നിങ്ങൾ എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോ, പക്ഷേ ഈ 2 വർഷം ഏതെങ്കിലും ഒരു 2 വർഷം ഞാൻ ഈ 2 വർഷം എന്ന് പറയുമ്പോൾ എക്സാക്റ്റ് അതായത് 2004 2005 ഉണ്ടായിരിക്കണം എന്നല്ല കേട്ടോ അങ്ങനെ മീനിങ് വരുന്നത്. ഏതെങ്കിലും ഒരു 2 വർഷം, ഒന്നുകിൽ അത് 2004 അല്ലെങ്കിൽ 2006 അല്ലെങ്കിൽ 2008 അങ്ങനെ ഏതെങ്കിലും ഒരു 2 വർഷം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതാണ് പറയുന്നത്. ഔട്ട് ഓഫ് 10 പ്രീവിയസ് ഇയർ, 10 വർഷത്തിൽ തൊട്ടടുത്തുള്ള 10 വർഷത്തിൽ ഏതെങ്കിലും ഒരു 2 വർഷം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതും ഫുൾഫിൽ ചെയ്തിരിക്കണം. ആൻഡ് ഹി സ്റ്റേഡ് ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 730 days in 7 immediately preceding year. 7 വർഷങ്ങളിലായിട്ട് 730 ദിവസവും അയാൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടീഷൻസ് ഈ 2 കണ്ടീഷൻസും ആ ഒരു വ്യക്തി ഫുൾഫിൽ ചെയ്യണം.
അഡീഷണൽ കണ്ടീഷൻസ് രണ്ടും ആ വ്യക്തി ഫുൾഫിൽ ചെയ്യണം. ഇത് എന്തിനാ ചെയ്യുന്നത്, അത് എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ നെക്സ്റ്റ് ഇതായിട്ട് പറയാം. അഡീഷണൽ കണ്ടീഷൻസ് രണ്ടും ഫുൾഫിൽ ചെയ്യണം. അതുപോലെ തന്നെ ബേസിക് കണ്ടീഷൻസ് ഏതെങ്കിലും ഒരെണ്ണം ആയാലും മതി. ഇനി 2 ആയാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരെണ്ണം മിനിമം ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. അഡീഷണൽ കണ്ടീഷൻസിൽ രണ്ടെണ്ണം ഏതൊക്കെയാണ് വരുന്നത്? ഇറ്റ് ഹാസ് ബീൻ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഫോർ, ഒരു ഇന്ത്യയിലെ റെസിഡൻ്റ് ആവാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് 2 ഔട്ട് ഓഫ് 10 പ്രീവിയസ് ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിങ് ഇൻ ദി റെലവൻറ്റ് പ്രീവിയസ് ഇയർ. അറ്റ്ലീസ്റ്റ് മിനിമം 2 വർഷമെങ്കിലും 10 വർഷത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള 10 വർഷത്തിൽ 2 വർഷമെങ്കിലും അയാൾ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നാൽ അയാൾക്ക് മാത്രമേ റെസിഡൻ്റ് ആവാൻ കഴിയുള്ളൂ. ആൻഡ് അത് മാത്രമല്ല, ആൻഡ് ആണ്. സോ he stayed in India for at least 730 days in 7 immediately preceding year. 7 വർഷങ്ങളിൽ തൊട്ടേ അടുത്ത്, അതായത് ഇപ്പോൾ ഞാൻ 2010 പോകുന്നതെന്നുണ്ടെങ്കിൽ 2009, 2008, 2007, 2006, 2000 ആ ഒരു 7 വർഷം ഉണ്ടല്ലോ, ഈ 7 വർഷത്തിൽ ഞാൻ 730 ദിവസവും ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഈ 7 വർഷം എന്ന് പറയുമ്പോൾ ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയല്ല കേട്ടോ, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഒരു വർഷം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ 2010 കേസാണ് ഒരു വർഷം എന്ന് പറയുന്നതെന്നുണ്ടെങ്കിൽ 2010 ഏപ്രിൽ 1 മുതൽ 2011 മാർച്ച് 31 വരെയാണ് ഒരു വർഷം എന്ന് പറയുന്നത്, ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഈ ഒരു ഇൻകം ടാക്സിൽ എടുക്കുകയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഈ ഒരു വർഷം എന്നൊക്കെ പറയുന്നത്, ഈ 7 ഇയേഴ്സ് എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്, അല്ലാണ്ട് ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ അല്ല കേട്ടോ. അപ്പോൾ അതാണ് ഇത് പറയുന്നത്. ഇനി ഇത് നിങ്ങൾക്ക് മനസ്സിലാവാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമോ? പിന്നെ ഇതിൽ കുറച്ച് എക്സംഷൻസ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഈ പറഞ്ഞ ബേസിക് കണ്ടീഷൻസ് ഉണ്ടല്ലോ, ബേസിക് കണ്ടീഷൻസ് ചില കേസിൽ നമുക്ക് ഈ 2 കണ്ടീഷൻസും എല്ലാ കേസിലും അങ്ങ് അപ്ലൈ ചെയ്യാൻ കഴിയത്തില്ല. ചില കണ്ടീഷൻസ് ചില സിറ്റുവേഷൻസിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ഈ ഒരു എക്സംഷനായിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നതാണ്, ഇഫ് ആൻ ഇന്ത്യൻ സിറ്റിസൺ ലീവ്സ് ഇൻ ഇന്ത്യ ഫോർ ദി പർപ്പസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓർ ലീവ്സ് ഇൻ ഇന്ത്യ ആസ് എ ക്രൂ മെമ്പർ ഓഫ് ഇന്ത്യൻ ഷിപ്പ്. ഒരു ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യയിൽ നിന്ന് പോവുകയാണ് ഒരു എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട്, ഫോറിൻ കൺട്രീസിലൊക്കെ നമ്മൾ പോകുമല്ലോ അതിന് വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഷിപ്പിലെ ഒരു ക്രൂ മെമ്പറായിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ അയാൾ പോകുമ്പോൾ അയാൾ ഏത് ബേസിക് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം? ഈ ഒരു സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ എ ഇയർ ഈസ് 182 ഡേയ്സ് ഓർ മോർ, ആ ഒരു ബേസിക് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്തായാലും ഈ ഒരു 182 ദിവസം അത് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ അയാൾ ഒരു റെസിഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യുള്ളൂ, കൺസിഡർ ചെയ്യത്തുള്ളൂ. അതാണ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ നിങ്ങളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. മേ ബി ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരിക്കും എംപ്ലോയ്മെൻറ്റ് എന്നൊക്കെ. പക്ഷെ നമുക്ക് പെട്ടെന്ന് അങ്ങ് ഇങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എഴുതിയെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ നോട്ട്സ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ, ഞാൻ എഴുതിയത് എംപ്ലോയ്മെൻറ്റ് പർപ്പസ് ഇന്ത്യൻഷിപ്പ് ബിസിനസ് എന്നൊക്കെ, അതുപോലെ എഴുതിയെടുക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഉള്ളവരാണ് ഇന്ത്യയിൽ നിന്ന് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണത് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നതാണ്, ഇഫ് ആൻ ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കംസ് ടു ഇന്ത്യ ഓൺ എ വിസിറ്റ് ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് ഒരാൾ ഇന്ത്യൻ സിറ്റിസൺ തന്നെ ഫോറിൻ കൺട്രീസിൽ നിന്ന് വരികയാണ് എന്തിനു വേണ്ടിയിട്ട്, ഒരു ട്രിപ്പിനൊക്കെ വേണ്ടിയിട്ട്. അതായത് അയാളുടെ ഫിനാൻഷ്യൽ സെറ്റപ്പ് കൊണ്ട് അല്ലെങ്കിൽ ബിസിനസ് സെറ്റപ്പ് കൊണ്ട് അയാൾ ഫാമിലി ആയിട്ടോ അല്ലാണ്ടൊക്കെ ഫാമിലി ആയിട്ട് തന്നെ അയാൾ ഫോറിൻ കൺട്രീസിൽ വെൽ സെറ്റിൽഡ് ആണ്. അങ്ങനത്തെ ഒരാൾ, അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയുമ്പോൾ അവരുടെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ എന്തായിരുന്നു, ഇന്ത്യൻ പൗരനായിരുന്നു, ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരുന്നു. പക്ഷേ ഇയാൾ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഇന്ത്യൻ സിറ്റിസൺ ആയിരുന്നു. പക്ഷേ ഇയാൾ വലുതായപ്പോഴേക്കും ഇയാളുടെ ഫാമിലി കംപ്ലീറ്റ് ഫോറിൻ കൺട്രീസിലോട്ട് സെറ്റിൽഡായി. അപ്പോൾ അയാളുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പൊക്കെ മേ ബി മാറിയിട്ടൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും അയാൾ എന്താണ്, ഇന്ത്യൻ ഒറിജിനാണ്. കാരണം എന്താ, അയാളുടെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഇന്ത്യൻ സിറ്റിസൺ ആയിരുന്നു. അപ്പോൾ അവർ നമ്മുടെ ഇന്ത്യയിലോട്ട് വരികയാണ്, വിസിറ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ വരികയാണ്. അപ്പോൾ അവർ വന്നിട്ട് 182 ദിവസമോ അതിൽ കൂടുതലോ നിന്നാൽ മാത്രമേ അയാളെ എന്തായിട്ട് ഒരു റെസിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴൊക്കെ നമ്മൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതിൽ എക്സംഷൻസ് നമുക്ക് പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുണ്ട്, അതാണ് ഞാൻ പിന്നെ അത് പറഞ്ഞത്. അപ്പോൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യയിൽ നിന്ന് പോവുകയാണ് എംപ്ലോയ്മെൻറ്റ് പർപ്പസിന്, അല്ലെങ്കിൽ ഒരു ക്രൂവിൻ്റെ മെമ്പർഷിപ്പൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടൊക്കെ അയാൾ ഇന്ത്യ വിട്ട് പോവുകയാണെങ്കിൽ
അയാൾ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ ആയിട്ടുള്ള ഏത് സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ എ ഇയേഴ്സ് ഇൻ 182 days ഓർ മോർ ആ ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരാൾ ഇന്ത്യയിലോട്ട് വരികയാണ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്ത്യൻ ഒറിജിനാണ് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സിറ്റിസൺ കം ടു ഇന്ത്യ ഓൺ എ വിസിറ്റ് ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ. ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് പുറത്ത് നിന്ന് വരികയാണ്. അങ്ങനെ ഒരാളും വരുമ്പോൾ അയാളെ റെസിഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ 182 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷനും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഡൗട്ട്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എന്താണ് റെസിഡൻറ്റ്, എന്താണ് ഓർഡിനറി റെസിഡൻറ്റ്, അല്ലെങ്കിൽ എന്താണ് ഓർഡിനറി ബട്ട് നോട്ട് റെസിഡൻറ്റ്, അതൊന്നും നമ്മൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന് പറഞ്ഞു, അതിൽ രണ്ടെണ്ണമാണ് വരുന്നത്, റെസിഡൻറ്റും നോൺ റെസിഡൻറ്റും. റെസിഡൻറ്റിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്, അത് രണ്ടും നമ്മൾ പറഞ്ഞു. പിന്നെ അതിൽ പറഞ്ഞ കണ്ടീഷൻസും പറഞ്ഞു. അതല്ലാണ്ട് എന്താണ് റെസിഡൻ്റ് എന്നോ അല്ലെങ്കിൽ എന്താണ് നോൺ റെസിഡൻ്റ് എന്നോ അല്ലെങ്കിൽ എന്താണ് ഓർഡിനറി റെസിഡൻ്റ് എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇനി നമുക്കത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് വ്യക്തമാവും. ഇതെന്തിനാണ് നമ്മൾ ഈ ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷനൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത് എന്നുള്ളത്. ഓക്കെ, കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ മേ ബി നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു ഡയഗ്രാം ഇത് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാകും. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള റെസിഡൻ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ്. റെസിഡൻറ്റിൽ തന്നെ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട്, റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ്, പിന്നെ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. അപ്പോൾ അത് നമുക്ക് എന്താണ് റെസിഡൻറ്റ് നോക്കാം, എന്നിട്ട് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. നിങ്ങൾ ജസ്റ്റ് എഴുതി വെക്കുന്നുണ്ടെങ്കിൽ എഴുതി വെക്കുക, സ്ക്രീൻഷോട്ട് എടുക്കുക, എന്തെങ്കിലും ഒന്ന് ചെയ്യപ്പോഴേ ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് കാണിച്ചു തന്നെ. ഓക്കെ, ഇതിൽ ഫസ്റ്റ് പറയുന്നതാണ് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. അണ്ടർ സെക്ഷൻ 6 subsection 1 an individual is said to be resident in India in previous year if he satisfied any one of the basic condition. അതായത് റെസിഡൻറ്റ് ഇന്ത്യ അതിൻ്റെ സെക്ഷൻ പറയുന്നത് സെക്ഷൻ 6 subsection 1 ആണ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് നമ്മൾ റെസിഡൻ്റ് ആണ്, ഒരു ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാൾ പൗരനാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, പ്രീവിയസ് ഇയറിൽ ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരെണ്ണം എന്ന് പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് അവർ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് ബേസിക് കണ്ടീഷനിൽ. സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ എ ഇയർ ഈസ് 182 days ഓർ മോർ, അല്ലെങ്കിൽ സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ ദി ഇമ്മീഡിയറ്റ്ലി ഫോർ പ്രൊസീഡിങ് ഇയേഴ്സ് ഇൻ 365 days ഓർ മോർ ആൻഡ് 60 days ഓർ മോർ ഇൻ ദി റെലവൻറ്റ് ഫിനാൻഷ്യൽ ഇയർ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അവർ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇങ്ങനത്തെ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്ത ആൾ മാത്രമാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസിഡൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ്. ഇഫ് എ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ സാറ്റിസ്ഫൈഡ് ബോത്ത് ദി 2 additional conditions he will be treated as resident and ordinary residents in India. അതായത് ഇന്ത്യയിലെ ഒരു ഇൻഡിവിജ്വലിനെ അല്ല ഒരു റെസിഡൻറ്റിനെ നമ്മൾ പറയുകയാണ് എന്ത്, റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ കണ്ടീഷനിൽ 2 കണ്ടീഷനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഏതൊക്കെയാണ് 2 കണ്ടീഷൻ പറയുന്നത്, ഇതാണ് ആ 2 കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇൻ ഹാസ് ബീൻ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 2 out of 10 previous years immediately preceding the relevant previous year and he stayed in India for at least 730 days in 7 immediately preceding years. അതായത് 10 വർഷങ്ങളിൽ തൊട്ടടുത്തുള്ള 10 വർഷങ്ങളിലായിട്ട് 2 വർഷമെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 7 വർഷങ്ങളിലായിട്ട് 730 ദിവസം അയാൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഈ 2 കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്താൽ മാത്രമേ അയാൾ എന്താവത്തുള്ളൂ, റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആവത്തുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാനുള്ളത് റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് എന്താ നോക്കാം. റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്ന് പറയുമ്പോൾ ഇഫ് എ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ഡസ് നോട്ട് സാറ്റിസ്ഫൈഡ് ബോത്ത് ദ അഡീഷണൽ കണ്ടീഷൻസ് ഹി ഈസ് റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. അതായത് റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ആണ് ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അയാൾ ബേസിക് കണ്ടീഷനിൽ ഏതോ ഒരെണ്ണം എന്ത് ചെയ്തിട്ടുണ്ട്, സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാൾ റെസിഡൻറ്റ് എന്ന് പറയുന്നത്. ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്ന് പറയാൻ കാരണം എന്താ, അഡീഷണൽ കണ്ടീഷനിൽ 2 എണ്ണം അയാൾ എന്ത് ചെയ്തിട്ടില്ല, സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. 2 എണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അയാൾ എന്ത് പറയത്തുള്ളൂ, ഓർഡിനറി റെസിഡൻറ്റ് എന്ന് പറയത്തുള്ളൂ. ഇവിടെ ഏതെങ്കിലും ഒന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല, ചിലപ്പോൾ 2ഉം ചെയ്തിട്ടുണ്ടായിരിക്കില്ല, മേ ബി 1 ചെയ്തവരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അഡീഷണൽ കണ്ടീഷനിൽ 2ഉം ചെയ്താൽ മാത്രമേ അവരെന്തായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ,
ഓർഡിനറി റെസിഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഇവിടെ അയാൾ രണ്ട് കേസും, ഈ രണ്ട് കേസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കേസിൽ, ആ കേസിൽ പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ടല്ലോ. അതായത് ഇൻ ഹാസ് ബീൻ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 2 ഔട്ട് ഓഫ് 10 പ്രീവിയസ് ഇയർ ഇമ്മീഡിയറ്റ്ലി. അതായത് 10 വർഷങ്ങളിൽ 2 വർഷം എങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതും അയാൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ഈ സ്റ്റേഡ് ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 730 days ഇൻ 7 ഇമ്മീഡിയറ്റ്ലി. അതായത് 7 വർഷങ്ങളിലായിട്ട് 730 ദിവസമെങ്കിലും ഇന്ത്യയിൽ വേണമെന്ന് പറഞ്ഞാൽ അതും ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. മേ ബി ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ ചിലവർ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ അഡീഷണൽ കണ്ടീഷൻസിൽ 2 ഫുൾഫിൽ ചെയ്താൽ മാത്രമേ അയാൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ? ഒരു ഓർഡിനറി റെസിഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്തുള്ളൂ. അതാണ് അത് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നോൺ റെസിഡൻറ്റ് ഇന്ത്യയാണ്. ഈ നോൺ റെസിഡൻറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ? ആൻ ഇൻഡിവിജ്വൽ ഹു ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് എനി ഓഫ് ദി ബേസിക് കണ്ടീഷൻ ഷാൾ ബി ട്രീറ്റഡ് ഇൻ ഹാസ് ആൻഡ് നോൺ റെസിഡൻറ്റ് ഇന്ത്യ ഫോർ ദി റെലവൻറ്റ് പ്രീവിയസ് ഇയർ. അതായത് ഒരു റെലവൻ്റ് പ്രീവിയസ് ഇയറിൽ അവർ എന്ത് തന്നെ സാറ്റിസ്ഫൈ ചെയ്തില്ല, ബേസിക് കണ്ടീഷൻ ആയിട്ടുള്ള ആ 2 കണ്ടീഷൻ തന്നെ, അതിലേതെങ്കിലും ഒരു കണ്ടീഷൻ പോലും അവരെന്ത് ചെയ്തിട്ടില്ല, സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ റെസിഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അവരെന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? നോൺ റെസിഡൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ബേസിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് ബേസിക് കണ്ടീഷൻ വരുന്നത്. സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ എ ഇയർ ഈസ് 182 days ഓർ മോർ. അതായത് പ്രീവിയസ് ഇയറിൽ 182 ദിവസമോ അതിൽ കൂടുതലോ അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ ദി ഇമ്മീഡിയറ്റ്ലി ഫോർ പ്രൊസീഡിങ് ഇയേഴ്സ് ഇൻ 365 days or more and 60 days or more in the relevant financial year. റെലവൻറ്റ് ഫിനാൻഷ്യൽ ഇയറിൽ 60 ദിവസമോ അതിൽ കൂടുതലോ ആൻഡ് തൊട്ട് മുന്നേയുള്ള 4 വർഷങ്ങളിലായിട്ട് 365 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഈ ഒരു ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് അയാൾ റെസിഡൻ്റ് ആവുക. അല്ലാത്ത പക്ഷം അയാൾ എന്തായിത്തീരും? നോൺ റെസിഡൻ്റ് ആയിത്തീരും. അതാണ് ഈ ഒരു റെസിഡൻറ്റും റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്, റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ്, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇത് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1+2 നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ് എന്ന് പറയുമ്പോൾ ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം, അതാണ് 1. അഡീഷണൽ കണ്ടീഷനിൽ 2, അതാണ് ആ 2. അപ്പോൾ 1+2 അതാണ് എന്ത്? റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്ന് പറയുമ്പോൾ അയാൾ ബേസിക് കണ്ടീഷൻസ് മാത്രമേ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കുള്ളൂ? ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കുള്ളൂ. അഡീഷണൽ കണ്ടീഷൻസ് അവിടെ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. നോൺ റെസിഡൻറ്റ് പറയുമ്പോൾ 0-0, കാരണം അവിടെ ബേസിക് കണ്ടീഷനും ഇല്ല, അഡീഷണൽ കണ്ടീഷനും ഇല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഒരു ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി മാർക്ക് ചെയ്തിട്ട് കേട്ടോ. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. എനിവേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ അത്ര തന്നെ. ഇതിൻ്റെ പ്രോബ്ലം ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.